ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. KNM ചന്ദ്രാപിണ്ടി ടൗൺ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സലഫി മസ്ജിദിൽ വെച്ച് തദ്കിറ 2026 തസ്കിയത്ത് ക്ലാസും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. ജാമിയ ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് പ്രിൻസിപ്പാൾ അംജദ് അമീൻ സ്വലാഹി ക്ലാസ് എടുത്തു. എനിക്ക് സ്വയം അറിയുന്നില്ല. കലണ്ടർ നോക്കിയാലേ പെട്ടെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ അവൻ അന്വേഷിക്കണം, നോക്കണം, കണക്ക് കൂടണം എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ നീയത്തിൽ സാരമായ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എത്രാമത്തെ നോമ്പാണെന്ന് പോലും അറിയാതെ യാന്ത്രികമായാണ് നമ്മൾ നോമ്പെടുക്കുന്നതെങ്കിൽ നമ്മുടെ നോമ്പ് എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത്? നമ്മുടെ നോമ്പിന് നീയത്ത് എങ്ങനെയാണ് ശരിയാവുന്നത്? നമ്മുടെ നോമ്പ് എങ്ങനെയാണ് പൂർണ്ണമായ ഒരു പ്രതിഫലം ലഭിക്കുന്ന നന്മയായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് എന്ന ബോധം, എന്ന ചിന്ത ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അതോടൊപ്പം തന്നെ ഞാൻ ആമുഖമായി സൂചന നൽകി, നമ്മുടെ ഓരോ നോമ്പുകൾ അവസാനിക്കുമ്പോഴും പ്രാർത്ഥനയുള്ള മനസ്സോടുകൂടെയാണ് നമ്മളെ നോമ്പ് അവസാനിപ്പിക്കേണ്ടത്. നന്മകൾ സ്വീകരിക്കപ്പെടും. നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും അല്ലാഹു സ്വീകരിക്കുമെന്ന അനാവശ്യമായ അമിതമായ ആത്മവിശ്വാസം നമുക്ക് ആരാണ് തന്നത്? എവിടെയാണ് നമുക്കത് കിട്ടിയത്? പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നു. നമ്മുടെ നമസ്കാരങ്ങൾ, പക്ഷേ ഞാൻ ഇന്ന് 5 വഖ്ത് ഫർളായ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചു, അല്ലാഹു അത് സ്വീകരിക്കുമെന്ന ഉറപ്പ് നമുക്ക് ആരാണ് തന്നത്? ആരും തന്നിട്ടില്ല. പക്ഷേ ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ അല്ലാഹു എന്റെ ഇന്നത്തെ 5 ഫർളായ നമസ്കാരങ്ങൾ നീ സ്വീകരിക്കണേ എന്ന് ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷമോ രാത്രി കിടന്നിറങ്ങുമ്പോഴോ നോമ്പാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത്? 20 നോമ്പുകൾ പിന്നിടുമ്പോ ഓരോ നോമ്പുകൾ അവസാനിക്കുമ്പോഴും പടച്ചോനെ എന്റെ ഈ ഓരോ നോമ്പുകൾ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിലില്ലാത്തത്? മസ്ജിദ് ഇമാം അജ്മൽ ബുസ്താനി ഖിറാഅത്ത് നടത്തി. KNM മണ്ഡലം പ്രസിഡന്റ് MB ഷാഹുൽ ഹമീദ്, സെക്രട്ടറി KA ബഷീർ, ട്രഷറർ PK റസാഖ്, യൂണിറ്റ് സെക്രട്ടറി PA മുഹമ്മദ്, ഹംസ ചന്ദ്രാപിന്നി, കുഞ്ഞി മുഹമ്മദ് ചാമക്കാല, MJ ഫൈസൽ, അയ്യൂബ് നമ്പ്രാട്ടിച്ചിറ, KK അഫ്സൽ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി സെന്ററിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ, യൂണിറ്റ് പ്രവർത്തകരടക്കം 100ഓളം അംഗങ്ങൾ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർട്ട്ഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. നിങ്ങളുടെ സമ്പാദ്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിനൊപ്പം ചേർന്ന് ഭാവി സുദൃഢമാക്കൂ. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ, 750-ലധികം പ്രൊഫഷണൽ ടീം, 1000 കോടി രൂപയുടെ ടേൺ ഓവർ. നിങ്ങളുടെ വിശ്വാസത്തോടൊപ്പം ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക.